യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം കഴിഞ്ഞ ദിവസങ്ങളെ ധ്യാനിച്ചത്. യേശു ആരാണെന്ന് പ്രൈസ് ദി ലോർഡ് അകക്കണ്ണും പുറമേയുള്ള കണ്ണും ഒരുപോലെ തുറന്ന ആ കുരുടന് ലഭിച്ച വെളിപ്പാടുകളെ കുറിച്ചാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്നത്. യേശു ആരാണ്? അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിയണം. യേശുവിനെ അടുത്തറിയുവാനുള്ള ഒരു ആകാംക്ഷ നമുക്കുണ്ടായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 9, 10, 11 വാക്യങ്ങൾ താൻ എഴുതുമ്പോൾ താൻ ഇങ്ങനെ പറയുന്നുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. അവനിൽ ഇരിക്കേണ്ടതിനും അവനോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ ഹല്ലേലൂയ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ എല്ലാം ഉപേക്ഷിക്കുന്നു. എന്തിനാ പൗലോസേ നീ ഇതെല്ലാം വാരി വലിച്ചെറിഞ്ഞത്? ടു നോ ഹിം ബെറ്റർ എവരി ഡേ. യേശുവിനെ നമുക്കറിയണം. നാം ആരംഭ ദിവസം ചിന്തിച്ചത് ഹല്ലേലൂയ യേശുവിനെ കുറിച്ച് കുരുടന് കിട്ടിയ ഒന്നാമത്തെ വെളിപ്പാടാണ്. യേശു എന്ന മനുഷ്യൻ സ്വർഗം മഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി മനുഷ്യനെ നേടുവാൻ മനുഷ്യനായി തീർന്ന യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് അത് നമുക്കുണ്ടായിരിക്കണം. ഇന്നലെ നാം ചിന്തിച്ച 2 ഭാഗങ്ങളാണല്ലോ. യേശു എന്ന പ്രവാചകൻ എന്നെ ആകമാനം അറിയുന്ന, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ കണ്ട കണ്ണുകൾ, നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരിക്കുമ്പോൾ എൻ്റെ ഭാവി എഴുതി വെച്ച സ്വർഗത്തിലെ പുസ്തകങ്ങൾ, എന്നെ ആരാക്കാമെന്ന് എന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ഒരു പിശാച് വിചാരിച്ചാലും മാറ്റിമറിക്കുവാൻ കഴിയാത്ത ദൈവത്തിൻ്റെ പദ്ധതി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മെ അറിയുന്ന പ്രവാചകനായ യേശു ക്രിസ്തു, യേശു എന്ന ഗുരു എന്ന വെളിപ്പാട്. അവൻ ഗുരുവാണെങ്കിൽ നാം ശിഷ്യരായി മാറണം. ഒരു നല്ല ശിഷ്യന്റെ യോഗ്യതകളാണല്ലോ പറഞ്ഞ് നാം ഇന്നലെ രാത്രി പ്രാർത്ഥിച്ച് അല്ലെ മടങ്ങിപ്പോയത്. ഇന്ന് അടുത്ത 2 വെളിപ്പാടുകൾ പറയുവാൻ എനിക്ക് നിയോഗമുണ്ട്. വീണ്ടും ആ കുരുടനോട് അല്ലെങ്കിൽ ഈ പുരുഷാരം ചോദിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി, നീ യേശുവിനെ കുറിച്ച് എന്തു പറയുന്നു? 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ് അല്ല ആ കുരുടന് കിട്ടിയ 4ാമത്തെ വെളിപ്പാട്. യേശു ആരാണെന്നുള്ളത് 4th റെവലേഷൻ, 4ാമത്തെ വെളിപ്പാട്. യേശു ആരാ? പ്രൈസ് ദി ലോർഡ്. അവർ പറയുകയാണ് എന്ന് വായിച്ചോട്ടെ ബ്രദറെ. ആ മനുഷ്യൻ അവരോട്, എന്റെ കണ്ണു തുറന്നിട്ടും അവൻ എവിടെ നിന്നെന്ന് നിങ്ങൾ അറിയാത്തത്. ഇത്രയും നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, I was revealing the secret that I have received. എനിക്ക് കിട്ടിയ വെളിപ്പാട് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. യേശു എന്ന മനുഷ്യൻ, യേശു എന്ന പ്രവാചകൻ, യേശു എന്ന നല്ല ഗുരു. ഇത്രയും നേരം പറഞ്ഞിട്ടും നിങ്ങൾക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ലേ? സ്വർഗത്തിൽ നിറങ്ങി വന്ന ഒരാളാണെന്നൊരു വെളിപ്പാട് വായിച്ചു. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. യേശുവിനെ നമുക്കറിയണം. നാം ആരംഭ ദിവസം ചിന്തിച്ചത് ഹല്ലേലൂയ യേശുവിനെ കുറിച്ച് കുരുടന് കിട്ടിയ ഒന്നാമത്തെ വെളിപ്പാടാണ്. യേശു എന്ന മനുഷ്യൻ സ്വർഗം മഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി മനുഷ്യനെ നേടുവാൻ മനുഷ്യനായി തീർന്ന യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് അത് നമുക്കുണ്ടായിരിക്കണം. ഇന്നലെ നാം ചിന്തിച്ച 2 ഭാഗങ്ങളാണല്ലോ. യേശു എന്ന പ്രവാചകൻ എന്നെ ആകമാനം അറിയുന്ന, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ കണ്ട കണ്ണുകൾ, നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരിക്കുമ്പോൾ എൻ്റെ ഭാവി എഴുതി വെച്ച സ്വർഗത്തിലെ പുസ്തകങ്ങൾ, എന്നെ ആരാക്കാമെന്ന് എന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ഒരു പിശാച് വിചാരിച്ചാലും മാറ്റിമറിക്കുവാൻ കഴിയാത്ത ദൈവത്തിൻ്റെ പദ്ധതി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മെ അറിയുന്ന പ്രവാചകനായ യേശു ക്രിസ്തു, യേശു എന്ന ഗുരു എന്ന വെളിപ്പാട്. അവൻ ഗുരുവാണെങ്കിൽ നാം ശിഷ്യരായി മാറണം. ഒരു നല്ല ശിഷ്യന്റെ യോഗ്യതകളാണല്ലോ പറഞ്ഞ് നാം ഇന്നലെ രാത്രി പ്രാർത്ഥിച്ച് അല്ലെ മടങ്ങിപ്പോയത്. ഇന്ന് അടുത്ത 2 വെളിപ്പാടുകൾ പറയുവാൻ എനിക്ക് നിയോഗമുണ്ട്. വീണ്ടും ആ കുരുടനോട് അല്ലെങ്കിൽ ഈ പുരുഷാരം ചോദിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി, നീ യേശുവിനെ കുറിച്ച് എന്തു പറയുന്നു? 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ് അല്ല ആ കുരുടന് കിട്ടിയ 4ാമത്തെ വെളിപ്പാട്. യേശു ആരാണെന്നുള്ളത് 4th റെവലേഷൻ, 4ാമത്തെ വെളിപ്പാട്. യേശു ആരാ? പ്രൈസ് ദി ലോർഡ്. അവർ പറയുകയാണ് എന്ന് വായിച്ചോട്ടെ ബ്രദറെ. ആ മനുഷ്യൻ അവരോട്, എന്റെ കണ്ണു തുറന്നിട്ടും അവൻ എവിടെ നിന്നെന്ന് നിങ്ങൾ അറിയാത്തത്. ഇത്രയും നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, I was revealing the secret that I have received. എനിക്ക് കിട്ടിയ വെളിപ്പാട് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. യേശു എന്ന മനുഷ്യൻ, യേശു എന്ന പ്രവാചകൻ, യേശു എന്ന നല്ല ഗുരു. ഇത്രയും നേരം പറഞ്ഞിട്ടും നിങ്ങൾക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ലേ? സ്വർഗത്തിൽ നിറങ്ങി വന്ന ഒരാളാണെന്നൊരു വെളിപ്പാട് വായിച്ചു. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. അടുത്ത വാക്യം. കുരുടനായി പിറന്നവന്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകമുണ്ടായത് മുതൽ കേട്ടിട്ടില്ല. 33 ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഇറങ്ങി വന്നവനല്ലെങ്കിൽ അവനൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല.
അവന് കിട്ടിയ 4-ാമത്തെ വെളിപ്പാട് യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ, ദൈവപുത്രൻ എന്ന വെളിപ്പാട്. ഇന്ന് പകൽക്കാലം നമുക്കുണ്ടാകട്ടെ യേശുവിനെ കുറിച്ചുള്ള അറിവാണ് യേശു ദൈവപുത്രനായ ക്രിസ്തു. യോഹന്നാൻ സുവിശേഷം എഴുതിയതിൻ്റെ തന്നെ ഉദ്ദേശം, യോഹന്നാൻ 20:31, യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്കുണ്ട് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനുമാ യോഹന്നാൻ പുസ്തകം കുത്തിക്കുറിച്ചത്. യേശു ഭൂമിയിൽ അവതരിച്ച് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കൊടുത്തു തുടങ്ങുമ്പോൾ മരുഭൂമിയിൽ യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്ന സംഭവം നമുക്ക് നന്നായി അറിയാം. യേശു മരിക്കുന്നത് വരെ യേശുവിൻ്റെ മേലുള്ള വെല്ലുവിളി അതായിരുന്നു, നീ ആരാ? പിശാചി ചോദിക്കുന്നു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമാക്കി മാറ്റുക. അതായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. നീ ആരാ? ദൈവപുത്രനാണെങ്കിൽ. മുന്നോട്ട് പോകുമ്പോൾ യേശുവിൻ്റെ പുത്രത്വത്തെ ചോദ്യം ചെയ്തു. ആ സമയത്തൊക്കെ യേശുവിന് വേണ്ടി ഇറങ്ങി വന്നൊരു സ്വർഗമുണ്ടായിരുന്നു. യേശു സ്നാനമേറ്റ് കയറിയപ്പോൾ ലോകത്തിന്റെ മുമ്പാകെ ഒരു അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആദ്യമായി സ്വർഗം കൊടുത്തു. മത്തായി 3:16 മുതൽ താഴോട്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. കാലഘട്ടം മുന്നോട്ട് പോയി. 3 വർഷത്തെ ശുശ്രൂഷ അവസാനിച്ച് കുരിശിൽ യേശു കയറുന്നതിന് തൊട്ട് മുമ്പ് മറുരൂപമലയിൽ വെച്ച് യേശുവിനെ കുറിച്ച് വീണ്ടും വെളിപ്പാട് സ്വർഗം അവതരിപ്പിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. യേശുവിൻ്റെ പുത്രത്വം, ദൈവപുത്രനായ ക്രിസ്തു. നമുക്കതിനെക്കുറിച്ച് അധികം വിശദീകരണം ആവശ്യമില്ല. നമ്മുടെ കർത്താവിനെ ദൈവമായിട്ട് കാണേണ്ട കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ നാം അറിഞ്ഞിരിക്കുമ്പോൾ യേശുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്ന ഒരു തലമുറയിലാണ് നാം വന്ന് അറിഞ്ഞിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ യേശുവിനെ കുറിച്ചുള്ള ആ വെളിപ്പാട് നാം ഒരു പ്രാവശ്യം കൂടെ വളരണം. താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും രാജാതിരാജൻ കർത്താതി കർത്താവുമായി മനുഷ്യരാരും കാണാൻ കഴിയാത്തവൻ കാണാത്തവനുമായ യേശുവിനെ കുറിച്ചുള്ള യേശു ദൈവപുത്രൻ എന്ന വെളിപ്പാട് നമുക്ക് വേണം. യേശു ദൈവപുത്രനാണെങ്കിൽ അവന് സകലത്തിൻ്റെ മേലും അധികാരമുണ്ട്. അതാ അവിടെ പറഞ്ഞത്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും അവന് ചെയ്യുവാൻ കഴിയത്തില്ലായിരുന്നു. യേശുവിൻ്റെ 5 അധികാരങ്ങൾ, യേശു സർവാധികാരിയാണ്. നമുക്ക് ആവശ്യമുള്ള 5 അധികാരങ്ങൾ. മത്തായി 9:6, അവന് ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശുവിൻ്റെ 1-ാമത്തെ അധികാരം പാപം മോചനത്തിനുള്ള അധികാരമാണ്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 2 ലൂക്കോസ് 8-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 55 വരെ വായിക്കുമ്പോൾ യേശുവിൻ്റെ അടുത്ത 4 അധികാരങ്ങൾ നിങ്ങൾക്ക് അവിടെ വായിക്കാൻ കഴിയും. ലൂക്കോസ് 8:22 മുതൽ താഴോട്ട്, ഒരിക്കൽ യേശു ശിഷ്യന്മാരുടെ കടൽ കയറി അക്കരയ്ക്ക് പോകുന്ന വഴിക്ക് യേശു പടകിൽ ഉറങ്ങിപ്പോയി. ഇനി ശ്രദ്ധിക്കണം, പടകിൽ ഉറങ്ങുന്ന യേശു പെട്ടെന്ന് കാറ്റ് പ്രതികൂലമായി പടകിൽ വെള്ളം നിറഞ്ഞു. ഇനി ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു, എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. നമ്മളൊക്കെ നാട്ടിൽ ഉറങ്ങിപ്പോകാറുണ്ടല്ലോ. ഇപ്പോഴൊക്കെ അലാറമൊക്കെ വെച്ച് ഫോണിലൊക്കെ വെച്ച് എഴുന്നേൽക്കുന്നത്. ഈ ഉറങ്ങിപ്പോകുമ്പോൾ ഉറങ്ങുന്ന ഒരാളിന് എന്ത് മതി? ഒന്ന് കുലുക്കി വിളിച്ചാൽ എന്ത് ചെയ്യും? എഴുന്നേക്കും. അപ്പൊ യേശു പടകിൽ അമരത്ത് തലവെച്ച് ഉറങ്ങിയ കാറ്റ് പ്രതികൂലമായിട്ട് കപ്പലിങ്ങനെ അല്ലെങ്കിൽ ബോട്ട് അമ്മാനമാടുക, എന്നിട്ടും ആരെഴുന്നേറ്റില്ല? യേശു എഴുന്നേറ്റില്ല. ഇനി കുലുക്കി വിളിച്ചിട്ട് എഴുന്നേൽക്കാത്ത ആളിനെ ഒരു ശകലം വെള്ളം മുഖത്ത് തെളിച്ചാൽ എന്ത് ചെയ്യും? ബോധം കെട്ടവനാണെങ്കിലും ചാടി എഴുന്നേക്കും. അവിടെ നാം വായിക്കുന്നു, പടകിൽ വെള്ളം നിറഞ്ഞു, എന്നിട്ടും ആരെഴുന്നേറ്റില്ല? യേശു എഴുന്നേറ്റില്ല. പടക് കുലുങ്ങിയിട്ടും പടക് വെള്ളം നിറഞ്ഞിട്ടും, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യേശു വെള്ളത്തിൽ മുങ്ങിയിട്ടും ആരെഴുന്നേറ്റില്ല? യേശു എഴുന്നേറ്റില്ല. പക്ഷെ നാഥാ, ഞങ്ങളെക്കുറിച്ച് വിചാരമില്ലയോ എന്ന് ഒരു വാക്കിൽ നിലവിളിച്ചപ്പോൾ സ്വർഗം എഴുന്നേറ്റ് വന്നു. ഇന്ന് പകൽ ദൂത് പറയട്ടെ, ഭൂമി കീഴ്മേൽ മറിഞ്ഞാലും സ്വർഗം കണ്ണടച്ച് നിരിക്കാം. ഹല്ലേലൂയ. പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും, അതിലെ കോപം കൊണ്ട് വെള്ളം ഇരച്ചു കലങ്ങിയാലും, എന്താ സങ്കീർത്തനക്കാരൻ പറയുന്നത്? ദൈവം അതിൻ്റെ നടുവിലുണ്ട്. സ്തോത്രം. ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ, ഭൂമി കീഴ്മേൽ മറിഞ്ഞാലും, രാജ്യത്തിന് എന്ത് സംഭവിച്ചാലും, കാറ്റടിച്ചാലും, കോള് വന്നാലും, പ്രതികൂലം ഒന്നിനു പുറകെ വന്നാലും സ്വർഗം കണ്ണടച്ചെന്ന് വരും. പക്ഷെ തൻ്റെ ഭക്തന്മാർ മുഴങ്കാൽ ഇരുന്നു കൊണ്ട്, നാഥാ, എന്നെ കുറിച്ച് വിചാരമില്ലയോ എന്ന് നിലവിളിച്ചാൽ അവിടെ എഴുന്നേൽക്കും സ്വർഗം. ഹല്ലേലൂയ. കാറ്റിൻ്റെയും കടലിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ട്. അല്ല, പ്രകൃതിയുടെ മേൽ
യേശുവിന് അധികാരമുണ്ട്. നിർജീവത്തെ ചലിപ്പിക്കുവാൻ യേശുവിന് അധികാരമുണ്ട്. ഹി ഹാസ് അതോറിറ്റി അപ്പോൺ ദ യൂണിവേഴ്സ്. സകലത്തെയും നിയന്ത്രിക്കുവാൻ യേശുവിന് അധികാരമുണ്ട്. യേശുവിൻ്റെ മൂന്നാമത്തെ അധികാരം ലൂക്കോസ് 8-ാം അധ്യായം 26 മുതൽ താഴോട്ട് വായിക്കുന്നു. ഗദരദേശത്ത് യേശു കാലുകുത്തുമ്പോൾ ആർത്തലമ്പിക്കൊണ്ടുവരുന്ന 6000 ഭൂതം ബാധിച്ച ഒരുത്തൻ, അവൻ്റെ മേൽ വ്യാപരിച്ച കെട്ട്, അവനെ കാടുകളിലേക്ക് പിശാചോടിക്കുമ്പോൾ അശുദ്ധാത്മാവിനെ യേശു ശാസിച്ചു. അവൻ അനുസരണയുള്ള കുഞ്ഞാട് പോലെ യേശുവിൻ്റെ കാൽക്കൽ വസ്ത്രം ധരിച്ച് സുബോധം പൂണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പിശാച് പിടിച്ചു കെട്ടിയ പലതിനെയും ഇന്ന് പകൽ മടക്കിക്കൊണ്ടുവരുവാൻ യേശുവിന് പിശാചിന്റെ മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ. 3, യേശുവിന് ഹല്ലേലൂയ രോഗത്തിന്റെ മേൽ അധികാരമുണ്ട്. 12 വർഷമായി രക്തസ്രാവമുള്ള 42 മുതലുള്ള വാക്യങ്ങൾ. രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടുവാൻ ഹല്ലേലൂയ വിശ്വാസത്തോടെ ഇഴഞ്ഞിഴഞ്ഞു വരുമ്പോൾ യേശുവിന്റെ ശക്തി പുറപ്പെട്ട് അവൾ സൗഖ്യമായി. യേശുവിന് രോഗത്തിന്റെ മേൽ അധികാരമുണ്ട്. ഒടുവിലായി അതിന്റെ 50-ാം വാക്യം മുതൽ 12 വയസ്സ് പ്രായമുള്ള പള്ളി പ്രമാണിയുടെ മകളായ യായിറോസിന്റെ മകളായ ഹല്ലേലൂയ ആ 12 വയസ്സുള്ള പെൺകുഞ്ഞ് മരിച്ചു മറഞ്ഞു നിൽക്കുമ്പോൾ, ജീവൻ പോയി നിൽക്കുമ്പോൾ യേശു അവളെ തലീദ ഖൂമി, ബാലെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് മടക്കി ജീവനിൽ കൊണ്ടുവന്ന് യേശു തെളിയിക്കുന്നത് യേശുവിനും മരണത്തിന്റെ മേൽ അധികാരമുണ്ട്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞു വന്നത്? യേശു ദൈവപുത്രനെന്ന് നിങ്ങളുടെ അകത്ത് നിങ്ങൾ കുത്തിക്കുറിച്ചു വെച്ചാൽ ഇത് വെറും കേവലം വാക്കുകളല്ല, എൻ്റെ സകലത്തിൻ്റെ മേലും യേശുവിന് അധികാരമുണ്ട്, സകലത്തിൻ്റെ മേലും അധികാരമുണ്ട് എന്ന ബോധം നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. ഈ ബോധം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ ആരാന്നറിയും. യേശു ദൈവപുത്രനാണെങ്കിൽ അവൻ്റെ മക്കളായ നമ്മുടെ അവകാശം എന്താണെന്ന് ഇന്ന് രാവിലെ തിരിച്ചറിയണം. ദൈവമക്കളെ, നാം കേവലം പാപ്പരായിട്ട് ഇവിടെ വന്നിരിക്കാനല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഭൗതിക നന്മയുടെ വലിപ്പമല്ല പറഞ്ഞു വരുന്നത്. നിങ്ങൾ ആത്മീയ സമ്പന്നരാണ്. ഇവിടെ ഇരിക്കുന്ന സകലരെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാട്, യു നീഡ് ടു ബിക്കം റിച്ച് ടുവേഴ്സ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യ നിമിത്തം, ദൈവവിഷയം നിമിത്തം നിങ്ങൾ സമ്പന്നരായി മാറണം. നിങ്ങളുടെ അകത്തെന്താണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ ഇന്ന് പകൽ നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ അകത്തുള്ള ആ നിക്ഷേപം ഇന്ന് രാവിലെ അറിയണം. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വന്യവയോധികനായ യാക്കോബിന്റെ മകനായ യോസഫ് നമുക്കറിയാം മിസ്രൈമിൽ മന്ത്രിയായി പാർക്കുന്നു. ഇപ്പോൾ അപ്പച്ചനും ജ്യേഷ്ഠന്മാർക്കും എല്ലാം ഈ രാജ്യത്ത് വരുവാനുള്ള അവസരം കൊടുത്ത് യോസഫ് മിസ്രൈമിലെ ഫറവോന്റെ പെൺകുതിരകൾ വലിക്കുന്ന മനോഹരമായ രഥത്തിൽ യാക്കോബിനെയും കൂട്ടരെയും ഗോഷൻ ദേശത്തേക്ക് വന്ന് പാർപ്പിക്കാൻ കൊണ്ടുവരുന്ന ഒരു മനോഹരമായ കാഴ്ച ഉൽപ്പത്തി പുസ്തകം 46 മുതൽ അവസാനം വരെ നാം കാണുന്നുണ്ട്. 130 വയസ്സുണ്ട് യാക്കോബിന്. യാക്കോബിന്റെ കാല് പഴയതുപോലെ നടക്കാൻ പറ്റത്തില്ല. യാബോക്ക് കടവിന്റെ തീരത്ത് വെച്ച് സ്വർഗം തൊട്ട് ഉളുക്കിയ കാലാണ്. പണ്ട് ഓടുന്ന കാലായിരുന്നു. അപ്പനെ കളിപ്പിച്ച് ഓടും, സഹോദരനെ കളിപ്പിച്ചോടും, അമ്മാവിയപ്പനായ ലാബാനെ കബളിപ്പിച്ചോടും. പക്ഷെ യാബോക്കിന്റെ കടവിലിട്ട് 20 വർഷത്തെ ശാപം ദൈവം മുറിച്ചിട്ട് യഥാർത്ഥ യാക്കോബാണെന്ന് തെളിയിച്ച് കാലെ തൊട്ട് മൂടം തുള്ളവനാക്കി മാറ്റിയ ഇപ്പൊ യാക്കോബ് നടക്കുന്നത്. ഈ യാക്കോബ് എൻ്റെ ഭാഷയെ പറഞ്ഞാൽ മുമ്പ് ഓടുന്ന 2 കാലിൽ സ്വാധീനത്തോടെ ഓടുന്ന യാക്കോബിനേക്കാൾ മിടുക്കനാ മുടന്തുള്ള യാക്കോബ്. ഹല്ലേലൂയ. പലപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടില്ല, വൈ ആം ക്രിപ്പിൾഡ്, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ വന്നത്, പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഈ പോരായ്മ വന്നത്, എൻ്റെ കുടുംബം എന്താ ഇങ്ങനെ ആയത്, എൻ്റെ കുഞ്ഞുങ്ങൾ എന്താ ഇങ്ങനെ ആയത്? നിങ്ങളൊരു കാര്യം ഓർത്തോണം, ദൈവം വരുത്തിയതാണെങ്കിൽ, ദൈവം വരുത്തിയ മുടന്താണെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ദൈവമഹത്വമുണ്ട്. ഹല്ലേലൂയ. കാരണം യാക്കോബിന്റെ അകത്ത് ഒരു ദൈവത്തിന്റെ പ്രഭു ഉണ്ടായിരുന്നു. ആ പ്രഭുവിനെ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗം വരുത്തിയ മുടന്തുകളാ. ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ അകത്ത് മറഞ്ഞിരിക്കുന്ന ദൈവകൃപയുടെ ജ്വലനം പുറത്തു കൊണ്ടുവരുവാൻ, സ്വർഗം തൊട്ട സ്പർശനത്തിനായി അവൻ വരുത്തിയ മുടന്തുകൾക്കായി എത്ര പേർ കർത്താവിന് സ്തോത്രം പറയും? നന്ദിയോടെ കർത്താവിനെ ഒരു നിമിഷം സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഞാൻ ആം ക്രിപ്പിൾഡ് ഫോർ എ പർപ്പസ്. എനിക്ക് മുടന്തു വന്നത്, എൻ്റെ ജീവിതത്തിൽ പോരായ്മ വന്നത്, എൻ്റെ ജീവിതത്തിൽ മെല്ലപ്പോക്ക് വന്നത്, എൻ്റെ ആവേശത്തിന് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഓട്ടത്തിനൊക്കെ ഒരു തടയിട്ടത് എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പ്രഭുവിനെ പുറത്തു കൊണ്ടുവരാനാ. ഹല്ലേലൂയ. മുടന്തി നടക്കുന്ന യാക്കോബ് ജീവിതകാലത്ത് ഈ മുടന്ത് മാറിയിട്ടില്ല. ചില മുടന്തൊന്നും എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. പ്രാർത്ഥിക്കൊന്നും വേണ്ടാന്ന്. ഞാൻ ഈ പറയുന്ന ശരീരത്തിൻ്റെ മുടന്തല്ല ഈ പറഞ്ഞു വരുന്നത്. ചില മുടന്തൊന്നും എന്ത് ചെയ്യത്തില്ല, മാറത്തില്ലെന്നേ. ഇത് നമ്മുടെ അവസാനത്തോളം കാണും.
നമുക്ക് ഈ കട്ടതയെന്ന് കേൾക്കുന്നേ ദൈവമക്കൾക്ക് എന്താ? എല്ലാവരും കൂട്ടത്തിലുണ്ടേ, പേടിയാണ്. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, പാസ്റ്ററെ ഇതിന് വല്ല പരിഹാരമുണ്ടോ? കുറേ വർഷമായി പാസ്റ്ററായിരിക്കുന്നു, പ്രസംഗിക്കാൻ നടക്കുന്നു, ശുശ്രൂഷിക്കുന്നു. ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ പല കഷ്ടതകളും നമുക്ക് ഒഴിവാക്കാനുള്ളതേ ഉള്ളൂ. നമ്മുടെ മൊത്തം കഷ്ടത, എൻ്റെ കൂടെ ഉണ്ട് എല്ലാവരും, മൊത്തം കഷ്ടത 100%. 100%. അതിനകത്ത് നമുക്ക് എത്ര പേരെ ഒഴിവാക്കാമെന്ന് നോക്കാം. ആദ്യത്തെ 30% വി ആർ തിങ്കിങ് അബൌട്ട് ദ പാസ്റ്റ്. ഇന്നലത്തെ കാര്യം ഓർത്തുകൊണ്ട് ഇപ്പം തന്നെ കോഴഞ്ചേരി പോരുണ്ട് ഇവിടെ ഇരുന്നുണ്ട്. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ അന്ന് ആ സ്കൂളിൽ പോയപ്പോൾ നന്നായിട്ട് പഠിച്ചായിരുന്നെങ്കിൽ ഈ ഗതിയൊന്നും എന്തോ ഗുണമാണ് മക്കളെ. ഇനി അത് ശരിയാക്കാൻ പറ്റത്തില്ലല്ലോ. വല്ല ഗുണമുണ്ട്? ഒരു ഗുണവുമില്ല. അതുകൊണ്ട് ചിലർ ഇപ്പോഴും കഴിഞ്ഞ കാലത്താണ് ജീവിക്കുന്നത്. അന്ന് അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അന്ന് അങ്ങോട്ട് പോകണ്ടായിരുന്നു. ദൈവമക്കളെ ഇപ്പം ഇരുന്നുകൊണ്ട് ചെയ്ത കുറ്റമാണ് ഏറ്റുപറഞ്ഞോ, പഴയ കാര്യം ഓർത്ത് ആകുലപ്പെട്ടിട്ട് വെറുതെ ദിവസം കളയണ്ട. ആ 30 അങ്ങ് മാറ്റി വെക്കാമല്ലോ. ബാക്കി എത്ര ഉണ്ട്? ആരെങ്കിലുമൊക്കെ പറഞ്ഞാട്ട് 70. ആ 70 അടുത്ത 30 ഭാവിയെക്കുറിച്ചുള്ള ചിന്തയാണ്. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഇപ്പം എല്ലാ കെട്ടും ഒരുമിച്ച് പണി. ദൈവമക്കളെ, നിങ്ങൾ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും അതാത് ദിവസത്തിന് അന്നത്തെ ദോഷം മതിയെന്ന് ആര് പഠിപ്പിച്ച്? യേശു പഠിപ്പിച്ചത്. ഭാവിയെ കരുതണ്ടെന്നോ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കണ്ടോന്നല്ല, ഭാവിയെക്കുറിച്ച് ആകുല ചിന്ത വേണ്ട. ഇന്നലെ ഞാൻ പറഞ്ഞത്, നിങ്ങളെ അറിയാവുന്നവനെ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ ഭാവി ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. സ്തോത്രമല്ലിയ. ഒരു 30% ഒക്കെ നമുക്ക് മാറ്റി വെക്കാം. നാളെ നേരം വെളുക്കുമല്ലോ, ആരറിഞ്ഞു ഇന്നെൻ്റെ അവസാന ദിവസമല്ലെന്ന്. അങ്ങനെങ്കിൽ കരുതി വെച്ചത് ആർക്കാകും? അതാത് ദിവസം. ലീവ് ദിസ് ഡേ ഫോർ ദാറ്റ് ഡേ. ഈ 2 ദിവസമേ നമുക്കുള്ളൂ. ഇന്ന് ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുക. ഹല്ലേലൂയ. അപ്പം ആ 30 മാറിക്കിട്ടി. ഇത്രയും ഗുണമാട്ടോ പാസ്റ്റർ വന്നുകൊണ്ട്. ഇപ്പം എത്ര പോയി കിട്ടി? ബാക്കി എത്ര ഉണ്ട്? കണക്കറിയുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനിയും ബാക്കി റെഡിയാണ്. ബാക്കി കൂടെ പറയാല്ലേ. 40-നകത്ത് ഒരു 20% നമ്മൾ വഴിയെ പോകുന്നവിടെ പ്രശ്നത്തിൽ കയറി ഇടപെടും. ഒരു കുഴപ്പമില്ല. ഞാനും സാങ്കുട്ടി പാസ്റ്ററും കൂടെ അല്ലല്ലേ ഇപ്പച്ചി പ്രശ്നമാണ്. അപ്പോൾ അടുത്ത പാസ്റ്റർ വന്നിട്ട് ഇടയ്ക്കിടെ ഞങ്ങൾ രണ്ടും സ്നേഹമാവും, പിന്നെ ഞങ്ങളുടെ ശത്രുവായ പുള്ളി മാറും. ഇങ്ങനെ മിക്കവാറും വിഷയത്തിൽ നിങ്ങൾ കേട്ടത്. ബൈബിളൊരു വാക്യം തന്നെ ഉണ്ട്, തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെടുന്നവൻ വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കുന്നതിനെ പോലെ. ചുമ്മാ നിങ്ങളെ വിളിക്കാത്ത ഒരു കാര്യം, നെവർ ട്രൈ ടു മെഡൽ ബിറ്റ്വീൻ നിങ്ങളെ വിളിക്കാത്ത ഒരു കാര്യത്തിലും കയറി തലയിടല്ലേ. സഹോദര, ഈ വിഷയത്തിൽ വന്ന് ഇടപെടണമെന്ന് വെച്ചാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 20 അങ്ങ് ഒഴിവാക്കൽ. ആവശ്യമില്ലാത്തത് നമ്മൾ വലിച്ച് തലയിൽ കയറ്റിക്കുക. പോയിക്കോട്ടെ. ഇനി ബാക്കി എത്ര ഉണ്ട്? ഇത്രയൊക്കെ കുറയ്ക്കാൻ എന്നെക്കൊണ്ട് പറ്റത്. ഇനി ഇച്ചൂടെ പറഞ്ഞു നോക്കാം. അടുത്ത 10% എന്ന് പറയുന്നത് നമ്മളെല്ലാം അങ്ങ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആയിക്കളയും. തലവേദന വന്ന ഉടനെ പറയും ഇങ്ങനെ ആ പുള്ളിക്കും തുടങ്ങിയത് ബ്രെയിൻ ട്യൂമർ ആയിരിക്കും. സപ്പോർട്ട് ചെയ്യാൻ 4 പേരൂടെ ബ്രദറെ ഒന്ന് പോയി പരിശോധിച്ച വരുവാണേ വരട്ടെ, ആർക്ക് ഛേദം അല്ല. വരാനുള്ളതൊന്നും ഞാൻ പറയട്ടെ, എൻ്റെ കാലഗതികളൊക്കെയും ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ആയുസ്സിന് വില പറഞ്ഞ് ശത്രു കടന്നു വന്നാൽ സ്വർഗം എഴുതി വെച്ച ദിവസത്തിന് ഒരു തൊട്ട് മുമ്പ് പോലും നിന്റെ ആയുസ്സിനെ കൊണ്ടുപോകുവാൻ പിശാചിന് കഴിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, 18 വീലർ നിന്റെ തലയിൽ കൂടെ കയറി ഇറങ്ങിയാലും സ്വർഗം വെച്ച ഡേറ്റ് അല്ലെങ്കിൽ നിനക്കൊന്നും പറ്റത്തില്ല. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ആയുസ് തികഞ്ഞാൽ ഏതെല്ലാം പേര് ചേർന്ന് പിടിച്ചു വെച്ചാലും ഒഴിഞ്ഞവർ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് പറയുമ്പോൾ നാം മടങ്ങിപ്പോയാൽ മതിയാകും. നമ്മുടെ ചെറിയ രോഗങ്ങളെ ഒന്നും നമ്മൾ അങ്ങ് പെരുപ്പിക്കണ്ട. ദൈവമക്കളെ, നമ്മളെ സൗഖ്യമാക്കുന്ന കർത്താവ് അതാത് സമയത്ത് നമുക്ക് രോഗശാന്തിയും ആരോഗ്യം തരും. ഹല്ലേലൂയ. അതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ അത് വിളിച്ചു പറയണം. നമ്മുടെ വിഷയങ്ങളെ നമ്മൾ പെരുപ്പിച്ച് കാട്ടല്ലേ. ബാക്കി എത്ര ഉണ്ട്? ഇനി എത്ര ഉണ്ടെന്ന്? 10. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനൊന്നുമില്ല. എന്ന് ഞാൻ ക്രിസ്തുവിലായോ അന്ന് മുതൽ പിന്തുടരുന്ന കട്ടത. കുറച്ചൊക്കെ വേണമല്ലോ, അതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. കട്ടത അനുഭവിക്കുന്നതിനൊരു സുഖം. ഹല്ലേലൂയ. അതൊരു അഭിമാനമോ ദൈവമക്കളെ. നമ്മൾ ഈ കിടന്ന് ആകുല ചിന്ത കടന്ന് നിലവിളിക്കുമ്പോൾ കാക്ക പത്തനംതിട്ടയിൽ നിന്ന് വിളിച്ചു പറയും. ഏത് കാക്കയെ? ഞാൻ പറയുന്ന കാക്ക. ഏതാ? കറുത്ത കാക്ക. വല്ല വിളിച്ചു പറയും, നാണക്കേട്, എനിക്കറിയാവുന്ന ദൈവത്തെ പോലെ ഈ ഉപദേശിക്ക് അറിയത്തില്ലല്ലോ. കാക്കകളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല എന്ന് പറഞ്ഞ് അതാത് ദിവസത്തെ ആഹാരം കാക്കയ്ക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിലെ ആഹാരം തട്ടിപ്പറിച്ച കാക്ക പ്രവാചകനായ ഏലിയാവിന് വേണ്ടി പറന്ന് ആഹാരം കൊടുക്കത്തക്കോണമൊക്കെ ദൈവം നടത്തിയ വഴികൾ ഓർത്ത് കാക്ക ദൈവത്തിന് സ്തോത്രം പറയുമ്പോൾ നമ്മൾ മാത്രം ഇരുന്നുകൊണ്ട് തായോ ദൈവമേ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ കാക്ക നമ്മളെ കളിയാക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സ്വർഗസ്ഥനായ പിതാവ് എന്നെ പുലർത്തുന്നോർത്ത് ആകുല ചിന്തകളോട് വിട പറയുവാൻ ഒന്നിനെക്കുറിച്ചും കലങ്ങിപ്പോകാതെ പ്രാർത്ഥനയാൽ അപേക്ഷയാലും സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുന്ന ഒരു ആത്മാവിലെ സമ്പന്നരായി നിങ്ങൾ മാറണം.
ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളൊക്കെ നമുക്ക് അങ്ങനെ മാറ്റി വെക്കാം. നോക്കൂ, എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലൊരു മുടന്തുണ്ട്. ഏതെങ്കിലും വി ആർ ക്രിപ്പിൾഡ് ഇൻ വൺ ഓർ അതർ വേസ്. ഏതെങ്കിലും രീതിയിൽ നമ്മൾ മുടന്തന്മാരാ. ഏതെങ്കിലും ഒരു പോരായ്മയുണ്ട്. സക്കായിക്ക് പൊക്കക്കുറവായിരിക്കും, പക്ഷെ പൊക്കം വളരാൻ വേണ്ടി ജിമ്മിൽ പോയിട്ട് കാര്യമൊന്നുമില്ല. അബ്രഹാമിൻ്റെ മകൻ എന്ന പേര് മാറ്റി വീടിന് രക്ഷ കൊടുത്ത് അവനെ ഉയർത്താവുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. ഹല്ലേലൂയ. മോശയ്ക്ക് വിക്ക് പ്രശ്നമായിരിക്കും. എന്നാൽ ഹല്ലേലൂയ, വിക്ക് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടും എനിക്ക് പകരം ആരെങ്കിലും അയക്കണമെന്ന് പറഞ്ഞ് മോശയെ കരഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ വിക്കുള്ള നാവിൽ കൂടി ചെങ്കടൽ മുറിയുന്ന ആത്മാവിന്റെ അഭിഷേകം ഒഴുക്കുവാൻ ഞാൻ വിശ്വസ്തനാ. ഇന്ന് പകൽക്കാലം 100 രോഗം നിന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോഴും നിനക്ക് രോഗശാന്തി ശുശ്രൂഷ ചെയ്യാം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴിഞ്ഞിട്ട് നേരമില്ല, പക്ഷെ വിലപിക്കുന്ന നിന്നെ കൊണ്ട് അനേകർക്ക് ആശ്വാസം കൊടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. തോളിൽ കിടക്കുന്ന ഉത്തരീയം വലിച്ചെറിഞ്ഞ് രോഗികൾ സൗഖ്യമാക്കുന്ന പൗലോസ്, പക്ഷെ തന്റെ ജഡത്തിൽ ശൂലമിരിക്കുമ്പോഴും ആ ശൂലത്തിന്റെ മുന തന്റെ മേൽ കൊള്ളാതെ അതിനെ കൃപ കൊണ്ട് പൊതിഞ്ഞ ഒരു ദൈവത്തെ എനിക്കറിയാം. നിന്റെ വിക്കുമാറിയെന്നോർത്ത് വിക്കുമാറിയില്ലെന്നോർത്ത് നീ ഭാരപ്പെടണ്ട. നിന്റെ തൊക്ക് മാറ്റി തേജസ് കൊണ്ട് പൊതിഞ്ഞ് 4 പേർ അറിയാതെ നിന്റെ പ്രശ്നത്തെ നിന്നിൽ ഒതുക്കി അതിനെ കൃപ കൊണ്ട് മൂടുന്ന അത്യുന്നതന്റെ അഭിഷേകം ഇന്ന് പകൽക്കാലം ഇവിടെ നദി പോലെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ആരാന്നറിയണം. യേശു ദൈവപുത്രനാണെങ്കിൽ നിങ്ങൾ ആരാണെന്നറിയണം. യാക്കോബ് ഇപ്പോൾ ഇമിഗ്രൻ്റ് ആയിട്ട് ഹല്ലേലൂയ മിസ്രൈമിലേക്ക് പോയി. അന്നത്തെ ഹല്ലേലൂയ സമ്പൽ സംസ്കാരം നിറഞ്ഞ ഹല്ലേലൂയ സമ്പൽ സമൃദ്ധമായ രാജ്യത്തേക്ക് പോകുക. അങ്ങനെ വരുന്ന ഉടനെ കൊട്ടാരത്തിലേക്ക് അപ്പനെ സഹോദരന്മാരെയും കൊണ്ടുവരുന്ന ഒരു കാഴ്ചയെ ഞാൻ ഈ പറയാൻ വന്നത്. കയറി ഏകദേശം 130 വയസ്സുണ്ട് യാക്കോബിന്. വന്യ വയോധികനാണ്. നേരത്തെ പറഞ്ഞല്ലോ, കാലാണെങ്കിൽ ഉളുക്കുവാണ്. നടക്കാനും ഞാൻ നേരത്തെ ഓർമ്മ ജീവിതകാലത്ത് ഈ ഉളുക്ക് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഉൽപ്പത്തി 49 അധ്യായത്തിൻ്റെ അവസാന വാക്യം നാം ഇങ്ങനെ വായിക്കുന്നത്. സ്തോത്രമല്ലിയ. യാക്കോബ് തൻ്റെ 12 മക്കളെയും യോസഫിൻ്റെ മക്കളെയും അനുഗ്രഹിച്ചിട്ട് കാൽ വലിച്ച് കട്ടിലിൽ കയറ്റി വെച്ച് പ്രാണനെ വിട്ടു. കാരണം തന്നെ ആ കാൽ ഉയർത്തത്തക്കവണ്ണം കാലിന് സ്വാധീനമില്ലായിരുന്നു. ഉൽപ്പത്തി 49 അവസാനത്തെ വാക്യം, ഹി ഡ്രൂ ഹിസ് ലെഗ് ബൈ ഹിംസെൽഫ്. കാലിങ്ങനെ വലിച്ചിട്ട് കട്ടിലെ വെച്ച പ്രാണനെ വിട്ടത്. വീണ്ടും എബ്രാലേഖനം ഓർപ്പിക്കുന്നു, വിശ്വാസത്താൽ യാക്കോബ് തൻ്റെ വാർദ്ധക്യ കാലത്ത് വടിയുടെ അറ്റത്ത് ചാരി നിന്നുകൊണ്ട് മക്കളെ അനുഗ്രഹിച്ചുവെന്ന്. നോക്കൂ, ആ സ്വാധീനം കുറവുള്ള കാല് വെച്ച ഇത്രയും നാളും യാക്കോബ് ഓടിയത്. ഇങ്ങനെ മുടന്തി എൻ്റെ ഭാഷ പറയും വടിയും പിടിച്ച്, അല്ലേ ഇവിടെ നിങ്ങൾ ഇവിടുത്തുകാർ ധരിക്കുന്ന പോലെ ഒരു വസ്ത്രമാണ് യഹൂദന്മാരുടെ. അങ്ങനെ ഒരു വസ്ത്രവും ധരിച്ച് ഒരു തലക്കെട്ടുമൊക്കെ കെട്ടി ഈ അപ്പച്ചൻ ഇങ്ങോട്ട് കയറി വരിക. കയറി വരുന്ന ഉടനെ ഫറവോൻ കണ്ടിട്ട് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചത്? എത്ര പേര് ഓർക്കുന്നുണ്ട്? എത്ര വയസ്സായെന്ന്. ഇവിടെ ഇരുന്ന ഒറ്റ മനുഷ്യരും എന്നോട് ചോദിച്ചില്ല എത്ര വയസ്സായെന്ന്. കഴിഞ്ഞ 3 ദിവസമായിട്ട് കൈ കൊടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കൈ കൂപ്പുന്നുണ്ട്, പക്ഷെ ആരും ചോദിച്ചില്ല പാസ്റ്ററെ എത്ര. അത് നമ്മുടെ ഒരു പാരമ്പര്യം. ആരെങ്കിലും കണ്ടോണ്ട് പ്രായം ചോദിക്കൂ. പക്ഷേ ഒരു 95 വയസ്സുള്ള അപ്പച്ചൻ വെടിച്ചില് പോലും കൊണ്ട് കയറി വന്നാലോ നിങ്ങൾ ചോദിക്കും ഈ പുള്ളിക്ക് എത്ര വയസ്സുണ്ടെന്ന്. ഞാൻ പറഞ്ഞത് 3 മനസ്സിലാകുന്നുണ്ട്. 95 വയസ്സ് അപ്പച്ചൻ ഇഴഞ്ഞിഴഞ്ഞ് വന്നാൽ നിങ്ങൾ പറയുമോ കട്ടവായിപ്പോയല്ലോ എന്നും. 130 വയസ്സുള്ളവൻ മുടന്തുള്ള കാലിൽ വടിയും ഊന്നിപ്പിടിച്ച് മുഖത്ത് കൊണ്ടുവരുന്ന ദൈവപ്രസാദം കണ്ടപ്പോൾ അല്ലെങ്കിൽ മിസ്രൈമിലെ രാജാവ് എഴുന്നേറ്റ് ചോദിക്കുക, യോ എത്ര വയസ്സായി? ഹല്ലേലൂയ. എന്താ കാരണം? യാക്കോബ് ഉത്തരം പറഞ്ഞു, എൻ്റെ പരദേശ പ്രയാണം 130 സംവത്സരം. അത് എൻ്റെ പിതാക്കന്മാരോളൊത്തും എത്തി. നിങ്ങളുടെ കൂട്ടൊന്നുമല്ല, ഞങ്ങൾ നല്ല ആയുസുള്ള കൂട്ടരാ. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ദൈവമക്കളെ പോലെ ആയുസുള്ള ഒരു ഭൂമിയിലില്ല. ഇവിടം കൊണ്ട് തീരുന്ന അല്ലല്ലോ നമ്മുടെ ആയുസ്. അക്കരെ ഇതിൻ്റെ ബാക്കി അവിടെ ജീവിക്കേണ്ടവരാ. ഇവിടെ 7, 70, 80, 100 അപ്പുറം കഴിഞ്ഞാൽ ഇതിനോട് ചേർത്ത് ബാക്കി വെക്കുവാൻ നമുക്കൊരായുസുണ്ട്. അതാ നമ്മുടെ ആയുസ്. ഹല്ലേലൂയ. അടുത്ത പദം ഇതാണ്. സ്തോത്രം. ഇനി ശ്രദ്ധിക്കണം വളരെ. ഫറവോൻ എഴുന്നേറ്റ് യാക്കോബിന്റെ മുമ്പിൽ നിന്നു. യാക്കോബ് എന്തിനാ നാട്ടിൽ വന്നേ? എല്ലാവരും ഉണ്ടോ ഇവിടെ? യാക്കോബ് എന്തിനാ വന്നേ? അരി വാങ്ങാൻ. പറഞ്ഞാൽ കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട്. അവിടെ ബദാമുണ്ട്, ഗുൽഗുലുണ്ട്, ഗോമേതമൊക്കെ ഉണ്ട് നാട്ടിൽ. പക്ഷെ കഞ്ഞി കുടിക്കാൻ എന്തോ ഇല്ല. വീട്ടിലല്ല പെട്ടി നിറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ട്. നാട്ടിൽ അരിയില്ലെങ്കിൽ എന്തോ ഗുണമോ ദൈവമക്കളെ. അരി വാങ്ങാൻ വന്നവൻ്റെ മുമ്പിൽ ആരെഴുന്നേറ്റ് നിന്നു? ഫറവോൻ.
പറവൻ മലയാളിയാ. കാരണം ആരുടെ മുമ്പിൽ എന്ത് ചെയ്യത്തില്ല? എഴുന്നേക്കത്തില്ല. എഴുന്നേറ്റ കസര പോവും. അതുകൊണ്ടാണ് എഴുന്നേക്കാത്ത. ബൈബിളിൽ നിന്നാണ് ഈ പറഞ്ഞല്ലേ, എൻ്റെ ഭാഷയെ പറയുന്നേ ഉള്ളൂ. കാരണം യോസഫിനെ മന്ത്രിയായിട്ട് വാഴിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിനകത്ത് ഇന്ന് തൊട്ട് നീ ആയിരിക്കും ഈ രാജ്യത്തിലെ രണ്ടാമൻ, എൻ്റെ രഥം നിനക്ക് വിട്ടുതരുന്നു, മോതിരം ഊരി കയ്യെ വെച്ചു, നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു, സ്വർണ്ണ സരപ്പിളി ഇടിച്ചു. ഇനി അതിൻ്റെ പുറകെ പോകല്ലേ, സരപ്പിളി ഇടിച്ചു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പറഞ്ഞു, ഈ നാട്ടിലുള്ള സകലരും നിന്റെ മുമ്പിൽ എന്ത് ചെയ്യും? മുട്ടുകുത്തും. ഒരു പദം ചേർത്ത് പറഞ്ഞു, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ എന്തായിരിക്കും? ഇത് തരത്തില്ല. ജീവൻ പോയാലും ഈ സാധനം എന്ത് ചെയ്യത്തില്ല, ഞാൻ വിട്ടുതരത്തില്ലെന്ന് പറയും. ഈ പറവോനാ ഈ മുടന്തനായ വൃദ്ധൻ്റെ മുമ്പിൽ എഴുന്നേറ്റത്. അപ്പോൾ ആ മനുഷ്യൻ്റെ മേൽ വ്യാപരിച്ച അഭിഷേകം എന്തായിരിക്കും? അത് പറയാനാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ വേദനയുള്ള ശരീരത്തിലും മുടന്തുള്ള കാലിലും കരഞ്ഞു കലങ്ങിയ കണ്ണിലും നിങ്ങളുടെ ഹല്ലേലൂയ ചിന്താഭാരം കൊണ്ട് തലച്ച തരുമുടിയിലും ജീവിതത്തിലെ വൈഷമ്യങ്ങളുടെ മണ്ഡത്തിലും രണ്ടറ്റം കൂട്ടുമുട്ടിക്കുവാൻ രാപ്പകൽ അധ്വാനിക്കുന്ന നിങ്ങളുടെ സ്ഥൂലിച്ചാലും മെലിഞ്ഞ ശരീരത്തിനകത്തും വെളിപ്പെട്ടു നിൽക്കുന്ന ദൈവകൃപ തിരിച്ചറിയുന്ന ഒരു ലോകമുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാവിലെ തിരിച്ചറിയുന്നുണ്ട്? നിങ്ങളുടെ അകത്ത ദൈവ മനുഷ്യൻ ഇന്ന് പകൽ പുറത്തു വരട്ടെ. നിങ്ങളുടെ അകത്ത കരുത്തൻ ഇന്ന് പകൽ പുറത്തു വരട്ടെ. ലോക അധിപതികള്, മിസ്രൈമ്യ ഫറവോന്മാർ അതിന്റെ മുമ്പിൽ തലകുനിക്കും. അരി വാങ്ങാൻ വന്നവന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന ഫറവോൻ ഒന്നല്ല, രണ്ട് പ്രാവശ്യം അവിടെ എഴുതിയിരിക്കുന്നത്, യാക്കോബ് ഫറവോനെ കൈ ഉയർത്തി അനുഗ്രഹിച്ചു. യാബോക്കിന്റെ കടവിൽ അനുതാപത്തിന്റെയും ഏറ്റുപറച്ചിന്റെ മുമ്പിൽ അവന്റെ മേൽ പെയ്തിറങ്ങിയ ദൈവിക സ്പർശനത്തിന്റെ അനുഗ്രഹത്തിന്റെ വലിപ്പം എത്ര വലുതാ! മിസ്രൈമിലെ രാജാവിനെ അനുഗ്രഹിക്കത്തക്കവണ്ണം. അതെ, ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞാട്ട് നാം ദൈവ മക്കളാണെന്ന ബോധം നമുക്ക് വേണം. യേശു ദൈവപുത്രൻ എന്ന വെളിപ്പാട് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു ചിന്തിക്കേണ്ട, വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഞങ്ങൾ ദൈവമക്കളാ. ഞങ്ങൾ ഇനി അടിമകളല്ല, ഞങ്ങൾ അന്യരല്ല, ഞങ്ങൾ പരദേശികളല്ല, ഞങ്ങൾ ഈ ലോകത്തിൽ ഏതുമില്ലാത്തവരാ. പക്ഷേ ഞങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ഭവനക്കാർ. ഈ വെളിപ്പാട് നമുക്കുണ്ടാകണം. ഒരു വെളിപ്പാടൂടെ പറഞ്ഞ് ഞാൻ അവിടെ വിടുകയാ, അവസാനിപ്പിക്കാൻ പോകുക. യേശുവിനെ കുറിച്ച് കുരുടന് കിട്ടിയ 5ാമത്തെ വെളിപ്പാട്, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 35 മുതലുള്ള വാക്യങ്ങൾ. അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. വായിച്ചു. അതിനവൻ, യജമാനനെ, അവൻ ആരാകുന്നു? ഞാൻ അവനിൽ വിശ്വസിക്കാം എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്. നിന്നോട് സംസാരിക്കുന്നത് അവൻ തന്നെ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. ഉടനെ അവൻ കർത്താവേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവന്റെ കാൽക്കൽ വീണു. ഇനി ശ്രദ്ധിക്കണം, ഈ പറയുന്നതിന്റെ അർത്ഥം, ഇതുവരെ യേശു ആരാണെന്ന് പുറം കണ്ണുകൊണ്ട് കാണാതാ അകത്ത കണ്ണുകൊണ്ട് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. യേശു അവനെ തൊട്ട് സൗഖ്യമാക്കിയത്, പക്ഷെ ഇതുവരെ അവൻ ആരെ കണ്ടിട്ടില്ല? യേശുവിനെ കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളൊരു ദൂതിലേക്ക് കൊണ്ടുപോകാൻ പോകുക. എൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം വരാൻ പോകുക. സൺഡേയാണ്, കർത്താവിന് തിരുമേശയുണ്ട്. ഒത്തിരി വലിച്ചു നീട്ടുവാൻ എനിക്കും താല്പര്യമില്ല. ഞാൻ വേഗം ചുരുക്കി നിങ്ങളുടെ പ്രത്യാശയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുകയാണ്. ഇന്ന് വരെ ഹൃദയ കണ്ണുകൊണ്ട് കിട്ടിയ വെളിപ്പാടിലാ നാം യേശുവിനെ ആരാധിക്കുന്നത്. യേശു മനുഷ്യൻ എന്ന വെളിപ്പാട് അതറിഞ്ഞ എന്നും നാം ക്രൂശിനെ ഓർത്ത് ധ്യാനിക്കുന്നത്. ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് പോയാലും എല്ലാ ഞായറാഴ്ച ഏത് വാക്യമെടുത്താലും ഈ 3 സന്ദേശം പറയാതെ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കത്തില്ല. വെതർ പ്രീച്ചിങ് കല്യാണത്തിൽ പ്രസംഗിച്ചാലും ശവമടക്കം പ്രസംഗിച്ചാലും 1-ാം ദിവസം യേശുവിൻ്റെ ക്രൂശിനെ ഉയർത്തണം, 2-ാം ദിവസം ക്രിസ്തീയ ജീവിതയാത്ര ഉയർത്തണം, 3-ാം ദിവസം വരുവാനുള്ള ലോകത്തെക്കുറിച്ച് എനിക്ക് ആത്മാവിൽ പറയണം. അതാ എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സന്ദേശം. എവിടെ പോയാലും പഴയ നിയമത്തിലെ വാക്യം വായിച്ചാലും പുതിയ നിയമത്തിലെ വാക്യം വായിച്ചാലും ഓരോ വരിക്കകത്തും മറഞ്ഞു കിടക്കുന്ന 3 സന്ദേശം. അവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, അവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവൻ എനിക്ക് വേണ്ടി എന്ത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശു മനുഷ്യൻ എന്ന വെളിപ്പാട്, യേശു പ്രവാചകൻ എന്ന വെളിപ്പാട്, യേശു നല്ല ഗുരു, അവന് വേണ്ടി ജീവിക്കുവാനുള്ള സാക്ഷിയായി ജീവിക്കുന്ന വെളിപ്പാട്, യേശു ദൈവപുത്രൻ, അവൻ്റെ മക്കളാണെന്ന ധൈര്യം, ഉറപ്പ്. ഇത് നമ്മൾ അകക്കണ്ണുകൊണ്ട് അറിയുന്നത്. നമ്മൾ ദൈവമക്കളാണെന്ന് എങ്ങനെ അറിയുന്നത്? സഭയിൽ വന്നത് കൊണ്ടോ? ദൈവമക്കളെ, നിങ്ങളുടെ അകത്ത് തന്നിരിക്കുന്ന ഈ ആത്മാവ് നിങ്ങളോട് എന്നും പറയുന്നു. റോമർ 8:16 നിങ്ങളുടെ ആത്മാവിനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരന്തരം പറയുന്നു, നിങ്ങൾ ദൈവ മക്കളാണെന്ന്.
സോ വി ആർ സോ കൺഫേംഡ്. നമ്മുടെ അകത്തുള്ള ആ ഉറപ്പ് പരിശുദ്ധാത്മാവ് എന്നും പറയാം. ആരെന്തോ പറഞ്ഞാലും ഞാൻ ദൈവ പൈതലാ. ഹല്ലേലൂയ. അതിനൊരു മാറ്റവും ഇല്ല. നിങ്ങളുടെ ആത്മാവിനോട് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നത് നിങ്ങൾ ആരാ? ദൈവത്തിൻ്റെ മക്കളാണ്. ആ ഉറപ്പുള്ളവരെ ഇന്ന് രാവിലെ ഇവിടെ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നത്. ഓക്കെ, ആ ഉറപ്പുള്ള ദൈവമക്കൾ ഇനിയും കണ്ണാൽ കാണാൻ പോകുക. എന്നെ സൗഖ്യമാക്കിയവനെ, എന്നെ വീണ്ടെടുത്തവനെ, എനിക്ക് വേണ്ടി മരിച്ചവനെ, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനെ, നല്ല ഗുരുവായവനെ, എന്നെ പഠിപ്പിച്ചവനെ, എനിക്ക് വചനം തന്നവനെ, എനിക്ക് രോഗശാന്തി തന്നവനെ, എന്നെ പരിപാലിച്ചവനെ, ഇന്നയോളം എന്നെ തുണച്ചവനെ ഞാൻ കാണുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ഇതാ ദൈവമക്കളുടെ വെളിപ്പാട്, ഭാഗ്യകരമായ പ്രത്യാശ. അവനെ പള്ളിയിൽ നിന്ന് 35-ാം വാക്യം, അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്നറിഞ്ഞപ്പോൾ യേശു അടുക്കൽ വന്നു. എപ്പോഴാ നാം യേശുവിനെ കണ്ണാൽ കാണുന്നത്? ഈ ലോകം നമ്മളെ പുറത്താക്കുമ്പോൾ. റിബന ഹത്തുനാദകന, മണ്ണാകുന്ന ഈ ശരീരം ഈ മണ്ണിലേക്ക് കയറുമ്പോൾ, എൻ്റെ ആത്മാവ് മണ്ണിൻ്റെ പിടിയുള്ള ഈ ലോകം വിട്ട് പുറത്തു പോകുമ്പോഴാ ഞാൻ എൻ്റെ യേശുവിനെ കണ്ണുകൊണ്ട് കാണുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഈ ടെന്റിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ ഭക്തിയോടെ ആരാധിക്കുന്ന വിശുദ്ധന്മാരോട് പറയുവാനുള്ള ഏറ്റവും വലിയ സന്ദേശം, ഈ കാലഘട്ടത്തിന്റെ ദൂത്, ഒരു രാജ്യം എനിക്ക് വേണ്ടി സ്വർഗം ഒരുക്കാൻ പോകുന്നു. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ യേശുവിനെ കാണുന്ന ഒരു ദിവസമുണ്ട്. എൻ്റെ യജമാനനെ കൺകുളിർക്ക കാണുന്ന ഒരു ദിവസത്തിനായി ആകാംക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്നു. ഈ കൂടാരം വിട്ട് നിങ്ങൾ മടങ്ങിപ്പോയാലും ദൈനംദിനം നിങ്ങളുടെ ജീവിതയാത്രയിൽ യു നീഡ് ടു സ്റ്റാമ്പ് ദ എറ്റർണിറ്റി ഇൻ യുവർ ഐസ്. നിങ്ങളുടെ കണ്ണിനകത്ത് മുദ്ര കുത്തി വെക്കേണ്ടത് നിത്യതയുടെ ദർശനമായിരിക്കണം. ഈ കാണുന്നതൊക്കെ മായയാ ദൈവമക്കളെ, ഈ കാണുന്നതൊക്കെ താൽക്കാലികമാ. 3 നേരം കൃത്യമായിട്ട് ആഹാരം കൊടുത്താൽ ഈ ശരീരം എത്ര നാൾ കൊണ്ടുപോകാൻ പറ്റും? പറഞ്ഞാട്ട് പേടിക്കാനൊന്നും പറയുന്നതല്ല. 3 നേരം അല്ല, അത് കൂടുതൽ കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല. 1 നേരം കഴിക്കുന്നവൻ ആരാ? യോഗി. 2 നേരം കഴിക്കുന്നവൻ രോഗി. 3 നേരം കഴിക്കുന്നവൻ ഭോഗി. 4 നേരം കഴിക്കുന്നവൻ ദ്രോഹി. 5 നേരം കഴിക്കുന്നവൻ്റെ പേര് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. എന്തു ആയിക്കൊള്ളട്ടെ, ഇങ്ങനെ 3 നേരം കൃത്യമായിട്ട് ആഹാരം കഴിച്ച് ഓടിച്ചാടി മസിലൊക്കെ പെരുപ്പിച്ചൊക്കെ കൊണ്ടുപോയാൽ മാക്സിമം എത്ര കൊണ്ടുപോകാൻ പറ്റും? 80 വയസ്സ്. അല്ലെങ്കിൽ കാരണം അതാണ് ഈ വയസ്സിൻ്റെ കണക്ക് തന്നെ. അത് കഴിയുമ്പോൾ 10 പക്വതയില്ല, 20 ചിന്തിക്കത്തില്ല, 30 മുഷ്ക്, 40 നാക്ക്, 50 60 പിറുപിറുപ്പ്, 70 ഇഴയും, പിന്നെ കുഴയും, പിന്നെ അങ്ങ് പോകും. ഇതല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞ ടെസ്റ്റിംഗ് 10, ടെസ്റ്റിംഗ് 20, തേഴ്സ്ഫുൾ 30, ഫയറി 40, ഫോഴ്സ്ഫുൾ 50, സീരിയസ് 60, സിക്ഫുൾ 70, എൻഡിങ് 80, സംബഡി ബിക്കം സാഡ് മാഡ് ഗോഡ് ആൻഡ് ഗോ. ഇതാ അതിൻ്റെ ട്രാൻസ്ലേഷൻ. ഇത്രയേ ഉള്ളൂ. ഇതാ നമ്മൾ എത്രയൊക്കെ 3 നേരം ആഹാരം കൊടുത്ത് ഡോക്ടറെ കൃത്യമായി കണ്ടാലും ഒടുവിൽ ഇവിടം കൊണ്ടങ്ങ് തീരും. പക്ഷേ അകത്തൊരു മനുഷ്യനുണ്ട്. നിങ്ങളുടെ അകത്തൊരു മനുഷ്യനുണ്ട്. അത് നിങ്ങളുടെ സ്വത്തല്ല. ഉയരത്തിൽ നിന്ന് നിക്ഷേപമായി ജീവശ്വാസം ഊതിയപ്പോൾ ദൈവത്വമായ ഒരു മനുഷ്യൻ നിങ്ങളുടെ അകത്തിരിക്കാൻ തുടങ്ങി. അവൻ 3 വർഷമല്ല, 30 വർഷമല്ല, 80 വർഷമല്ല, 100 വർഷമല്ല, നിത്യതയോളം ജീവിക്കേണ്ടതാ. 3 നേരത്തെ ആഹാരം കൊണ്ട്, ആഴ്ചയിലെ ഒരു കൂട്ടായ്മ കൊണ്ട്, ഒരു സ്തോത്രം കൊണ്ട്, വർഷത്തിലെ 21 ദിവസത്തെ ഉപവാസം കൊണ്ട്, ഒരു ജനറൽ കൺവെൻഷൻ കൊണ്ട് ഈ അകത്ത മനുഷ്യന് പുഷ്ടി കിട്ടത്തില്ല. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കും. ഹല്ലേലൂയ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാൺമേൽ ഉണ്ടായിരിക്കും. എഫേസ്യർ 3:20 തൊട്ട് വായിക്കുന്നു, നിങ്ങളുടെ അകത്ത മനുഷ്യൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളം, വീതി, ആഴം, ഉയരമറിഞ്ഞാൽ അകത്ത മനുഷ്യൻ ശക്തിപ്പെടും. കാരണം ഇത് നിത്യതയോളം ജീവിക്കേണ്ടതാ. പ്രൈസ് ദി ലോർഡ്. 80 വർഷം കഴിയുന്നുണ്ട്, സമയമാനതം പാട്ടൊക്കെ പാടി, അല്ലെങ്കിൽ എത്രയോ വയസ്സായിക്കൊള്ളട്ടെ, ഈ ശരീരം ഹല്ലേലൂയ, ഹല്ലേലൂയ, സഭാപ്രസംഗി 12:7 വാക്യം പറയുന്ന പോലെ ഇതങ്ങ് മണ്ണിലോട്ടും പോകും. അകത്തെ ആത്മാവ് നക്ഷത്രഗോളങ്ങൾക്കപ്പുറത്ത് ദൈവസന്നിധിയിൽ വിശ്രമിക്കാൻ കടന്നു പോകും. ഈ നിത്യതയുടെ ദർശനം എന്നും കണ്ണിലുണ്ടായിരിക്കണം. കർത്താവിൻ്റെ മേശയെടുക്കുമ്പോൾ ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് ദൈവദാസന്മാർ പറഞ്ഞ് അപ്പം നുറുക്കി പാനപാത്രത്തിൽ നിന്ന് പകർന്നു തന്ന് വിശുദ്ധ ചുംബനവും കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ കർത്താവിൻ്റെ വരവ് മറന്നു പോകല്ലേ. ജീവിതത്തിൻ്റെ തിരക്കിന് നടുവിൽ കാലത്തിൻ്റെ കോലാഹലം കൊണ്ട് നിറയുമ്പോൾ ദൈവത്തിൻ്റെ കാഹള ശബ്ദം കേൾക്കാതെ ചെവി തഴമ്പിച്ചു പോകുന്നവരായി നമ്മുടെ ആത്മീയ ജീവിതം മാറിപ്പോകല്ലേ. നാം പോകുന്നത്
ഒരു നല്ല ദേശത്തേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. നാം പോകുന്ന നാടിൻ്റെ വിവരണം കൂടെ തന്നിട്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കാം. സ്തോത്രമല്ലിയ. നാം പോകുന്ന ഒരു നല്ല നാട്ടിലേക്കാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ നമ്മളോട് പറഞ്ഞതും സ്വർഗത്തിലെ പുത്രനായ യേശുക്രിസ്തു യോഹന്നാന് പത്മോസിൽ വെച്ച് കൊടുത്ത വെളിപ്പാടും കൂടെ ചേർത്ത് പഠിച്ചാൽ നമുക്കറിയാം നാം പോകുന്ന നാട് എങ്ങനെയുള്ള നാടാണെന്ന്. ഇത് താൽക്കാലികമായ ദൈവമക്കളെ, നിത്യമായി നിലനിൽക്കുന്നതും നീക്കമില്ലാത്തതുമായ ഒരു പുത്തനാം യെരൂശലേം എനിക്കും നിങ്ങൾക്കുമായി സ്വർഗം ഒരുക്കിക്കൊണ്ടിരിക്കുക. ഈ നാടിൻ്റെ പ്രത്യേകത കേൾക്കണമോ? ഒന്ന്, ഈ നാട്ടിൽ സമുദ്രമില്ല. സ്തോത്രം. ഖത്തറിനാകെ ഇത്ര വീതിയേ ഉള്ളൂ, ബാക്കിയെല്ലാം സമുദ്രമാണ്. യോഹന്നാൻ്റെ ഏറ്റവും വലിയ പേടി ഈ സമുദ്രമായിരുന്നു. സ്തോത്രം. എന്താ കാര്യം എന്നറിയാമോ? ഈജിയൻ കടക്കലിന് കിഴക്കുള്ള പത്മോസിലേക്ക് നാട് കടത്തപ്പെട്ട് കൊണ്ടുവിട്ട കപ്പൽ തിരിച്ചുപോയി. ഹല്ലേലൂയ. അവിടെ പണ്ട് വന്നവരൊക്കെ അസ്ഥികൂടമായി മാറി. തിരിച്ചു പോകാനൊരു വഴിയുമില്ല. സമുദ്രമായിരുന്നു യോഹന്നാൻ്റെ ഏറ്റവും വലിയ പേടി. അതിനെ നോക്കിയ ഒന്നാമത് സ്വർഗം ദൂത് പറഞ്ഞത്, നീ പോകുന്ന നാട്ടിൽ സമുദ്രമില്ല. നീ ഏതിനെ ഭയപ്പെടുന്നോ അത് സ്വർഗത്തിലില്ലെന്നോർത്ത് സ്തോത്രം പറഞ്ഞോണം. ഹല്ലേലൂയ. നാം എന്തിനെയൊക്കെ ഭയപ്പെട്ടോ അത് സ്വർഗത്തിലില്ല. അവിടെ സമുദ്രമില്ല. സമുദ്രമില്ലാത്തത് കൊണ്ട് ഹല്ലേലൂയ ഭാഷ, വർഗ, വർണ്ണ വ്യത്യാസമായി മനുഷ്യജാതിയെ തമ്മിൽ അതിർവരമ്പുകൾ ഉണ്ടാക്കിയത് ഈ സമുദ്രമാ. ഈ സമുദ്രമില്ലാത്ത നാട്ടിൽ ആര്യനും ആഫ്രിക്കക്കാരനും അറബിയും അമേരിക്കനും ആലപ്പുഴക്കാരനും ആസാമിയും ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. ക്യു എംബസി വർഷത്തിലൊരിക്കൽ എങ്ങനെ ആരാധിക്കുന്നത്? സ്വർഗത്തിൽ ചെന്ന ഇതാ നിത്യം പരിപാടി. അവിടെ പിന്നെ പ്രസംഗവും കർത്തൃമേശയും ആശംസയും സ്തോത്രവും സ്തോത്രാഴ്ചയുടെ കൂട്ടത്തിൽ സ്തോത്രം മാത്രമേ ഉള്ളൂ. സ്തോത്രാഴ്ച ഉണ്ടെന്ന് എന്നോട് ചോദിച്ചേക്കില്ല അവിടെ ചെല്ലുമ്പോൾ. കാരണം നേരത്തെ കൊടുത്തു വിടണം അവിടേക്ക്. അതിപ്പോൾ പ്രസംഗിക്കുന്നില്ല. ആ ഭാഗം വിടട്ടെ. അപ്പോൾ സ്വർഗത്തിൽ ഇതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ IPC ഇല്ല, ചർച്ചപ്പ് കോഡില്ല, ഷാരോനില്ല, അല്ലെങ്കിൽ ന്യൂ ഇന്ത്യ ഇല്ല, ഓൾഡ് ഇന്ത്യ ഇല്ല, ന്യൂ ജനറേഷൻ ഇല്ല. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മണവാട്ടിയായ ദൈവസഭ, ആയിരം ആയിരം വിശുദ്ധന്മാർ വെള്ളനിലയെങ്കി ധരിച്ച് യേശുവിനെ ആരാധിക്കുന്ന ഒരു ഹല്ലേലൂയ മനോഹരമായ ഒരു കാഴ്ച ഈ ദിവസങ്ങളിൽ നാം കാണാൻ പോകുക. ഒന്നെങ്കിൽ എൻ്റെ മരണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ മടങ്ങി വരവ്. രണ്ട്, ഈ നാടിൻ്റെ പ്രത്യേകത ദൈവത്തിൻ്റെ കാലൊച്ച ദൈവസഭ ദിവസം കേൾക്കുന്ന സ്ഥലമാണ്. ഏദനിൽ ആദമും ഹവ്വയും വൈകാറാകുമ്പോൾ വെയിലാറുമ്പോൾ കരിയിലയുടെ പുറത്തുകൂടി ദൈവം നടക്കുന്ന കാലൊച്ച കേട്ട അതിനേക്കാൾ ഇരട്ടി ശബ്ദത്തോടെ, തകർത്ത ഇടിമുഴക്കം പോലെ, അല്ലെങ്കിൽ പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവസഭയുടെ നടുവിൽ നാഥൻ നടക്കുന്ന നിത്യശബ്ദം കേൾക്കുന്ന നാടാ നാം പോകുന്ന അക്കരെ നാട്. മൂന്ന്, ഈ നാട്ടിൽ രോഗമില്ല, ദുഃഖമില്ല, പീഡയില്ല, പ്രതികൂലമില്ല, മരണമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരയിപ്പിക്കുന്ന വിഷയങ്ങളൊന്നും അവിടെ ഇല്ല. വചനം പറയുന്നു, ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. യെശയ്യാവ് 35:10 ഹല്ലേലൂയ. യഹോവയുടെ വിമുക്തന്മാർ, യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ ഉല്ലാസത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. അവർ തൊഴുത്തിൽ നിന്ന് പുറപ്പെടുന്ന പശുക്കിടാങ്ങളെ പോലെ ആയിരിക്കും അവർ ഓടി വരുന്നത്. നിത്യ ആനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. ഉല്ലാസവും നെടുവീർപ്പും അവർക്കുണ്ടാകും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകുന്ന നാട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആവേശമുണ്ടോ? വർഷത്തിൽ ഒരിക്കലോ വർഷത്തിൽ 2 പ്രാവശ്യമോ നാട്ടിൽ പോകുന്ന നിങ്ങൾക്ക് എന്തോ ഒരു ആവേശമാണ്. സ്തോത്രമല്ലിയ. എന്നും യാത്ര ചെയ്യുന്ന ഞാൻ എല്ലാ ആഴ്ചയും തിങ്കളാഴ്ച യാത്ര ചെയ്യും. ശനിയാഴ്ച രാത്രി മടങ്ങി നാട്ടിൽ വരും. എൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും സഭക്കാരെയൊക്കെ കാണാൻ എനിക്കൊരു ആവേശമുണ്ട്, ഓടി മടങ്ങി ചെല്ലാൻ. അതുപോലെ നിങ്ങൾക്കൊരു ആവേശമുണ്ട്, നിങ്ങളുടെ വീട്ടുകാരെ കാണാൻ, നാട്ടുകാരെ കാണാൻ. അതിലും വലിയൊരു ആശ എനിക്ക് എന്ന് ഞാൻ ചെന്നു ചേരും സ്വർപ്പുര നാടതിൽ. എനിക്കൊരാശയുണ്ട്, എൻ്റെ പ്രാണപ്രിയനെ കൺകുളിർക്ക കാണണം. സങ്കീർത്തനക്കാരൻ കുറിച്ചു വെച്ചു. 17-ാം സങ്കീർത്തനം 15-ാം വാക്യം, ഞാൻ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തി വരും. ഈ ലോകത്തിലെ ഒന്നും എനിക്ക് തൃപ്തിയല്ല. അമേരിക്കയുടെ സമ്പന്നതയോ അറേബ്യൻ മണ്ണിന്റെ വിലയോ അല്ലെങ്കിൽ ഭാരതത്തിലെ സംസ്കാരങ്ങളോ കെട്ടിപ്പൊക്കിയ നന്മകളോ ഒന്നുമല്ല. എനിക്കൊരു തൃപ്തി വരുന്നത് എൻ്റെ യേശുവിനെ കാണുമ്പോഴാ. ആ നാടിൻ്റെ പ്രത്യേകത 1500 മൈൽ നീളവും 1500 മൈൽ വീതിയും 1500 മൈൽ ഉയരവുമുള്ള തനി തങ്ക കൊട്ടാരം പോലെ തേജസ് വിളങ്ങുന്ന സമചതുരമായ ഒരു മഹൽ പട്ടണമാണ് ദൈവമക്കളെ സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്.
ഇന്ന് ഇടുങ്ങിയ സാഹചര്യങ്ങളിൽ, ഞെരുങ്ങിയ സാഹചര്യങ്ങളിൽ ഒക്കെ നാം ആയിരിക്കുന്നു. VBS കുഞ്ഞുങ്ങളോട് ദൈവദാസൻ പറഞ്ഞ പോലെ ഗോഡ് ഈസ് പ്രിപ്പയറിങ് എ മാൻഷൻ ഫോർ അസ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരു കൊട്ടാരം. വീട് കിട്ടുമെന്ന് ഓർത്തല്ല ഞാൻ സ്വർഗത്തിൽ പോകുന്നത്, എൻ്റെ യേശുവിനെ കിട്ടുമെന്ന് ഓർത്താ. ഹല്ലേലൂയ. ഇനി മരിക്കാൻ നേരമൊക്കെ ഈ ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ പറയുന്നത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആരെ കാണാമെന്ന്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഇവരെ നോക്കി കിടക്കാൻ പോലും നമുക്ക് എവിടെ ഇതിനൊക്കെ സമയം. അവിടെ ചെല്ലുമ്പോൾ കുഞ്ഞമ്മ എന്തി, സാറാമ്മ എന്തി, പെണ്ണമ്മ എന്തിയെ, അപ്പൻ എന്തി, അമ്മ ഒന്നും നമുക്ക് സമയമില്ല. നമുക്കവിടെ ആരെ കാണേണ്ടത്? അവൻ്റെ ദാസന്മാർ അവൻ്റെ മുഖം കാണും. ഹല്ലേലൂയ. അവൻ്റെ നാമം അവരുടെ, ഇതിനപ്പുറത്തൊരു സ്വപ്നമൊന്നും നമുക്കില്ല. പിന്നെ ഇവർ പിണങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശവം അടക്കുമ്പോൾ പറയുന്നത് ചാറാമ്മ അവിടെ കാണും, കുഞ്ഞമ്മ കാണും. പിന്നെ കള്ളം പറയൽ ഇവിടെ ഒന്നുണ്ട്, അച്ചായനെ പോലെ ഒരു അച്ചായൻ ഇവിടെങ്ങും ഇല്ലായിരുന്നു. അതാണല്ലോ സാക്ഷ്യം. നല്ല പോർ പൊരുതു, ഭാര്യക്കറി എന്തോ പോരായിരുന്നു. ഹല്ലേലൂയ. ഓട്ടം തികച്ചു. അല്ലെ, അറിയാം എങ്ങോട്ടാണ് ഓടിക്കൊണ്ടിരുന്നതെന്ന്. വിശ്വാസം കാത്ത, ഭയങ്കര വിശ്വാസമായിരുന്നു. ഏത് വഴക്കുണ്ടെങ്കിലും നടുവിൽ ആരുണ്ടെന്ന്. ഈ പുള്ളി അത് അവസാനം വരെ കാത്തു. പിന്നെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലുമ്പം. നീതിയുടെ കിരീടമല്ല, നല്ല അടി. ദൈവമക്കളെ, ഇങ്ങനെയുള്ളവരെ പോലും പിന്നെ നിന്ന് പിഴയ്ക്കാൻ വേണ്ടി നമ്മൾ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. ഈ അച്ചായനെ പോലും നല്ല അച്ചായൻ ഭൂമിയിലില്ലായിരുന്നു. അതൊക്കെ അവിടെ കിടക്കട്ടെ. നല്ല സാക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കോണം. പണ്ടൊരാൾ മരിച്ചപ്പം വില്ലേജ് ഓഫീസറായിരുന്നു. സമയമുണ്ട് കേട്ടോ, എൻ്റെ സമയം തീരുന്നേ ഉള്ളൂ. വില്ലേജ് ഓഫീസറായിരുന്നു പുള്ളി. ഭയങ്കര കുറ്റബോധം മരിക്കാറായപ്പം. കാരണം അലക്സാണ്ടറിൻ്റെ കൂട്ട് മോനോട് പറഞ്ഞു, ഇത്രയും നാളും കൈക്കൂലിയൊക്കെ വാങ്ങിച്ച് നാട്ടുകാരുടെ പഴി മുഴുവൻ കേട്ടതാ. അതുകൊണ്ട് മരിക്കാറായാലും ഒരു കാര്യം ചെയ്യും, എൻ്റെ പെട്ടിക്കും 2 കിഴുത്ത് 2 സൈഡിലും ഉണ്ടാക്കണം. എന്നിട്ട് ഈ ശവമഞ്ചം തെള്ളിക്കൊണ്ട് പോകുമ്പം കൈ 2 പുറത്തേക്ക് ഇട്ടോണം. നാട്ടുകാർ കാണട്ടെ ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ലെന്ന്. മഞ്ചം ഇങ്ങനെ പോകുന്നു, പുള്ളിയുടെ ശവം കൊണ്ടുപോകുന്നു, കൈ പുറത്തോട്ടിട്ടിരിക്കുന്നു. നാട്ടുകാർ പറഞ്ഞു ചത്തുട്ടുവിൻ്റെ ആർത്തി തീർന്നിട്ടില്ലെന്ന്. ജീവിച്ചിരിക്കുമ്പോൾ വേണം സാക്ഷ്യം ഉണ്ടാക്കാൻ വേണ്ടി. അതുകൊണ്ട് ദൈവമക്കളെ, ജീവിച്ചിരിക്കുമ്പം നല്ല സാക്ഷ്യം, മരിക്കുമ്പോഴാണ് വിശ്വസ്തനെന്ന് അവിടെ ചെല്ലുമ്പോൾ വിളി കേൾക്കണം. ഓക്കെ, നാം പോകുന്ന നാടിൻ്റെ പ്രത്യേകത, ആ നഗരത്തിന് ചുറ്റും പൊക്കമുള്ള വൻമതിൽ. വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പൊക്കമുള്ള വൻമതിൽ, അത് സൂര്യകാന്തം കൊണ്ടാണ് ദൈവമക്കളെ നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഹല്ലേലൂയ. പോകുന്ന നാടിൻ്റെ പ്രത്യേകതയാണ് നഗരത്തിന് ചുറ്റും മതിൽ. ആ മതിലിന് തെക്ക്, കിഴക്ക്, വടക്ക്, പടിഞ്ഞാറായിട്ട് 3 വീതം. ഹല്ലേലൂയ. 12 ഗോപുരങ്ങൾ. ഓരോ ഗോപുരങ്ങളും മുത്തിനാൽ നിർമ്മിതമാണ്. ഓരോ ഗോപുരങ്ങൾക്കും ഹല്ലേലൂയ രാപ്പകൽ കാവൽ നിൽക്കുന്ന ദൈവദൂതന്മാർ. ഇനി നഗരമതിലിൻ്റെ അടിസ്ഥാനം വെളിപ്പാട് 21:11 തൊട്ട് താഴോട്ട് 12 വിധമായ വിലമതിക്കാത്ത രക്തങ്ങളാൽ ഹല്ലേലൂയ എഴുതി വെച്ചിരിക്കുക നഗരമതിലിൻ്റെ അടിസ്ഥാനം എന്തൊക്കെയാണെന്ന്. നീലരക്തം, മാണിക്യം, മരതകം, ഗോമേതം, വൈഡൂര്യം, പൂഷ്യരാഗം, പത്മരാഗം, സുഗന്ധിരക്തം, നഗവർണ്ണി, ചുവപ്പുകല്ല്, പീതരത്നം, ഇങ്ങനെ 12 വിധ രത്നങ്ങൾ കൊണ്ടാ നഗരമതിലിൻ്റെ അടിസ്ഥാനം. നഗരമതിലിൻ്റെ അടിസ്ഥാനം ഇങ്ങനെയാണെങ്കിൽ അതിനകത്ത് കൊട്ടാരം എന്ത് വലുതായിരിക്കും. ഹല്ലേലൂയ. വീഥികളെല്ലാം സ്വച്ഛ സ്ഫടിക തങ്ക നിർമ്മിതമാണ്. അല്ല, അവിടെ വിളക്കിൻ്റെ ആവശ്യമില്ല, സൂര്യൻ്റെ ആവശ്യമില്ല, ചന്ദ്രൻ്റെ ആവശ്യമില്ല. അതിനെ പ്രകാശിപ്പിക്കുന്നത് കുഞ്ഞാട് അതിൻ്റെ വിളക്കായിരിക്കും. ദൈവ തേജസ്സ ആ പട്ടണത്തെ പ്രകാശിപ്പിക്കുന്നത്. അതിനകത്ത് ജീവജല നദിയുണ്ട്, അതിനകത്ത് ജീവവൃക്ഷങ്ങളുണ്ട്. നാം ആ നാട്ടിലേക്കാണ് പോകുന്നത്. ആ കുരുടൻ പറഞ്ഞതുപോലെ, കർത്താവേ, നിന്നെ കാണുവാൻ എനിക്ക് അവസരമുണ്ടായി. ഞാൻ അകക്കണ്ണുകൊണ്ട് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് യേശു മനുഷ്യനായി ഇറങ്ങി വന്ന രക്ഷിതാവ്, യേശു പ്രവാചകൻ, യേശു നല്ല ഗുരു, യേശു ദൈവപുത്രൻ. പക്ഷെ ഇന്ന് ഞാൻ അവനെ കണ്ണാൽ കാണുന്നു, അന്യനല്ല.